വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനുമൊക്കെയായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുവിള അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മളിന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1373 തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ് ബലിയർപ്പകൻ, ക്രിസ്തു തന്നെയാണ് ബലിവസ്തു. നമ്മളെല്ലാവരും സഹ അർപ്പകരായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ കൂടി അതിനകത്ത് ബലിയായിട്ട് അർപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ കുറേ കൂടി റീസണിങ് ആയിട്ട് പിള്ളേർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മളും പറയുന്നു, പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൃഷ്ടവസ്തുക്കളിൽ ദൈവസാന്നിധ്യമുണ്ട്, മനുഷ്യരിൽ ദൈവസാന്നിധ്യമുണ്ട്, ദൈവവചനത്തിൽ ദൈവമുണ്ട്. അങ്ങനെ സർവ്വവ്യാപിയായ ദൈവം എല്ലായിടത്തുമുണ്ടെങ്കിൽ, ദൈവവചനത്തിലൊക്കെ ഉണ്ടെങ്കിൽ, എന്താണ് ഈ ദിവ്യകാരുണ്യത്തിലുള്ള ഒരു ദൈവസാന്നിധ്യം? അതിൻ്റെ യുണീക്ക്നെസ് എന്താണ്? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലുള്ള ഒരു ആരാധനയും അതിലുള്ളൊരു ദൈവസാന്നിധ്യത്തെ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ശരിയാണ്, സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചമാണ് ദൈവം ആദ്യം എഴുതിയ ബൈബിൾ, വേദപുസ്തകം. കാരണം ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിജാലങ്ങളും ദൈവത്തിൻ്റെ വൈഭവമാണ് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും ദൈവമുണ്ട്. സൃഷ്ടിയിലെ എല്ലാ സൃഷ്ടികളിലും ദൈവത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ദൈവസാന്നിധ്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ പറയുന്നത് പോലെ മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ബിജു സാറ് പറയേണ്ടായി, ബൈബിൾ അത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ആ വചനം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതിലുണ്ട്, വാക്കുകൾ, പ്രവൃത്തികൾ, ജീവിതശൈലി അവിടെയുണ്ട്. അതുപോലെ എല്ലാ കൂദാശകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവ രക്ഷാകരമായ കൃപയുടെ ചാലകങ്ങളാണ് ഓരോ കൂദാശകളും. പിന്നെ നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയെക്കുറിച്ച് ഉള്ള ഭാഗങ്ങൾ കർത്താവ് വിവരിക്കുമ്പോൾ അതിൽ വലതുവശത്തുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, നിന്നെ നഗ്നനായി കണ്ടത് എപ്പോൾ, നിന്നെ കാരാഗ്രഹവാസിയായി കണ്ടത് എപ്പോൾ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളാരും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ നിന്നെ സേവിച്ചു എന്നൊക്കെ. അല്ല, നീ ചെറിയവരിൽ ഒരുവനെ ചെയ്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ പാവപ്പെട്ടവനിൽ ദൈവമുണ്ട് പ്രത്യേകമായ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, പല രീതിയിലുള്ള സാന്നിധ്യങ്ങളെക്കുറിച്ച് ബൈബിളിലും പല പഠനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇനി കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ നാമത്തിൽ 1, 2, 3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. അപ്പോൾ സഭ സമൂഹത്തിലുണ്ട്. അപ്പോൾ തികച്ചും ന്യായമാണ്. യുവാക്കൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ലേ, യൂത്ത് ക്ലാസ്സിലൊക്കെ അവർ ചോദിക്കാം, പിന്നെ ദിവ്യകാരുണ്യത്തിന് എന്താണ് അവിടെയും ഇതുപോലുള്ള ഒരു സാന്നിധ്യം എന്നല്ലാതെ അതിലുപരി എന്താണ് ദിവ്യകാരുണ്യത്തിൽ ഉള്ളത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സംശയം ഉണ്ടാകാം. പക്ഷെ ദിവ്യകാരുണ്യത്തിൻ്റെ ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ മുൻപത്തെ ചില എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചില വശങ്ങൾ. പക്ഷെ ചിലപ്പോൾ ഒന്നുകൂടി നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 26-ാം വാക്യം തന്നെ നമ്മൾ ഓർക്കുക. ഈ യേശു കുർബാന സ്ഥാപിച്ച ആ സ്ഥാപനത്തിൻ്റെ വാക്യമാണ്. അവിടെ പറഞ്ഞെന്താണ്, ഇത് എൻ്റെ ശരീരമാണെന്നാണ്. നമ്മൾ ഈ വാക്യം പലപ്പോഴും പല കാര്യങ്ങൾക്കും സ്ഥാപിക്കാൻ വേണ്ടി പറയാറുണ്ട്. കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയാണ്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ അപ്പം ഇനി മുതൽ ഇതുപോലെ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും എന്നല്ല, അല്ലെങ്കിൽ ഈ അപ്പത്തെ നിങ്ങൾ വിഭജിച്ച് കഴിക്കുമ്പോൾ നിങ്ങളിലേക്കൊരു ശക്തിയായിട്ട് ഞാൻ വരുന്നതല്ല. അതിലുപരി കർത്താവ് പറയണത്, ഇത് എൻ്റെ ശരീരമാണ്. അവിടെ യാതൊരു രണ്ട് വ്യത്യാസങ്ങളില്ല. ഇത് എൻ്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഐഡൻറ്റിഫിക്കേഷനാണ്. യേശു എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ
പതിപ്പായിട്ടാണ്, ആ സാന്നിധ്യമായിട്ടാണ്, അസ്തിത്വമായിട്ടാണ്. അതുകൊണ്ട് ഈ സാരാംശഭേദം എന്നൊക്കെ പറയുന്നത് സാരമായിട്ട് തന്നെ എസൻഷ്യലായിട്ട് മാറി ഉള്ളൊരു സാന്നിധ്യമാണ്. അങ്ങനെയുള്ളൊരു സാന്നിധ്യം നമുക്ക് വേറൊരിടത്തുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ 40 മണിക്കൂർ ആരാധന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പണ്ടേ മുതലുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എനിക്ക് തൃശ്ശൂർ എൽത്തുരുത്ത് ഗോവിന്ദയിലെ 40 മണിക്കൂർ ആരാധനയുടെ സമാപനം അതിൽ പങ്കുകൊള്ളാനിട വന്നു ഒരു സന്ദേശം പറയാനായിട്ട്. അപ്പം ഞാൻ ഈ കാര്യം പ്രത്യേകം എടുത്തു. അവിടെ 166 കൊല്ലമായിട്ട് തുടരുന്നൊരു കാര്യമാണ്. കാരണം വിശുദ്ധ ചാവറയച്ചൻ അച്ഛനായിരുന്ന അവസരത്തിൽ ആരംഭിച്ച ഒരു ഗോവിന്ദയാണത്, അമ്പഴക്കാട്, അതിന് ശേഷം അവിടെ. അപ്പോൾ അന്ന് മുതൽ ഈ ദിവ്യകാരുണ്യമുണ്ട്, ഈ ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. ഇപ്പോൾ നമ്മൾ ദിവ്യകാരുണ്യ ചാപ്പലുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വളരെ കുറഞ്ഞു അതിൻ്റെ ഇങ്ങനെയുള്ള കാര്യം. പക്ഷേ 40 മണിക്കൂർ ആരാധന എന്ന് പറയുന്ന ആ കർമ്മത്തിന് അത്രയും പ്രാധാന്യം ചാവറയച്ചൻ കൊടുത്തതിൻ്റെയൊക്കെ പുറകിലുള്ള വികാരം എന്ന് പറയുന്നത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ സാന്നിധ്യമാണ് ദൈവിക സാന്നിധ്യങ്ങളിൽ. അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം യാതൊരു സംശയം വെച്ചിട്ടോ ഊഹം വെച്ചിട്ടോ അല്ല കർത്താവ് പറഞ്ഞ്, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അവിടെ ഉണ്ടാകും. നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുകയും എന്നിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയുമില്ല. വളരെ കാറ്റഗോറിക്കലായിട്ടാണ്, സംശയലേശമന്യേ അഫർമേറ്റീവായിട്ട് അസർട്ടീവായിട്ട് കർത്താവ് ഈ കാര്യം പറയും. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ലോകത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും സമഗ്രമായ ഒരു സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേറൊരു ചെറിയ ഉദാഹരണം ആളുകളോട് നമുക്ക് പറയാൻ തോന്നും. ഇപ്പോൾ സ്നേഹം, എനിക്ക് ബിജുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാം, അപ്പോൾ തന്നെ ആളുകൾ ഉപദ്രവമില്ലേ ഇയാൾ എന്ന് തോന്നും, ഇല്ലേ? ഇനി അല്ലെങ്കിൽ ബിജു സാറ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് ഒരു പാത്രം എടുക്കാൻ എന്തെങ്കിലും മുമ്പ് ഞാനത് എടുത്തു തരാം. അപ്പോൾ ആ ഹെൽപ്പിലൂടെ അച്ഛൻ എന്നോടുള്ള സ്നേഹമാണ് പ്രകടമാക്കിയത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു വഴിക്ക് പോകുമ്പോൾ പറയാം നമുക്ക് ഒരുമിച്ചൊരു ചായ കുടിച്ചാലോ, വിശന്നിട്ട് വയ്യ എന്ന് പറയാം. അപ്പോൾ നമ്മളവിടെ ഒരു ഷെയറിങ് വരികയാണ്, അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഷർട്ട് ബിജുവിന് എടുത്തു തരണം എന്നെനിക്ക് തോന്നിയിട്ട് ഞാനൊരു ഷർട്ട് കൊണ്ടുവന്ന് അങ്ങേക്ക് ഗിഫ്റ്റായിട്ട് തരികയാണ്. അപ്പോഴും ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? പക്ഷേ ഈ സ്നേഹത്തിൻ്റെയൊക്കെ പ്രകടനങ്ങളുടെ ഏറ്റവും അതിനേക്കാൾ ഉദാത്തമല്ലേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു കിഡ്നി പോയെന്ന് വിചാരിക്കും, ഞാൻ അല്ലെങ്കിൽ 2 കിഡ്നിയും കേടാണ്. അപ്പോൾ ബിജു പറയാണ്, ഈ അച്ഛൻ്റെ കൂടെ ഞാൻ പണ്ട് ജീവിച്ചതൊക്കെയല്ലേ, കുറച്ച് നാൾ ചില പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ച് വന്നു, ഞാൻ എൻ്റെ കിഡ്നി അച്ഛന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെറുതെ ഒരു ഗിഫ്റ്റ് തരുന്ന പോലെയല്ലല്ലോ, അതിന് വലിയൊരു പാരമ്യമുണ്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെയും സാന്നിധ്യത്തിന്, അതിൻ്റെ പുറകിൽ കൊടുക്കുന്ന അർത്ഥത്തിന്, അതിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു ആശയ കൈമാറ്റത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളാണുള്ളത്. ഇനിയിപ്പോൾ ദാമ്പത്യ ബന്ധത്തിലേക്ക് വന്നു നോക്കിയേ, ദാമ്പത്യ ബന്ധത്തിൽ ഇപ്പോൾ ബിജുവിൻ്റെ വൈഫിനെ എന്തെല്ലാം രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവും, ഇല്ലേ? ചിലപ്പോൾ പുറത്തു പോകുമ്പോൾ ബിജു ഓർക്കുവാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്, എന്നാൽ ഇന്നൊരു ചിക്കൻ ബിരിയാണി നല്ലത് മേടിച്ചു വേണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ടയാണ്, എന്നാൽ പൊറോട്ട ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു സാരി ആയിരിക്കും ബർത്ത്ഡേക്ക്, ഇല്ലേ? ഇത് പറയുമ്പോൾ തന്നെ ബിജുവിൻ്റെ മുഖത്ത് ഒരു വലിയ പ്രസാദം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നു. പക്ഷേ മാരിറ്റൽ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈംഗികമായിട്ടുള്ള ഒരു ബന്ധമാണ് ഏറ്റവും പരമമായ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് അല്ലാന്നും കൂടിയാണ് ഞാനിപ്പോൾ കുറച്ചുകൂടി ചിന്തിക്കണേ. അതിനേക്കാൾ ഉയർന്ന ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ലൈംഗികമായ ഒരു വ്യക്തിയെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നു ഒരു മാരിറ്റിൽ, അങ്ങനെ നമ്മളൊരു ജീവിതത്തിന് ജന്മം കൊടുക്കുന്നു, സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും ഉദാത്തമാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിലൊക്കെ കുറച്ചൊക്കെ സ്വന്തം കാമങ്ങളും ഉണ്ടല്ലോ. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു ഗിഫ്റ്റല്ലേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ജീവിതം മുഴുവൻ തളർന്നു പോയ ഒരു ജീവിത പാർട്ട്ണർക്ക്. എനിക്ക് അങ്ങനെയുള്ള പല ആളുകളെ ഞാൻ വരന്തരപ്പള്ളിയിലെ ഒരു ജോയി ബേബി ടീം അദ്ദേഹം കല്യാണം കഴിഞ്ഞ് അവൾ പ്രഗ്നൻ്റായി 6 മാസം കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ അപകടം ഉണ്ടായിട്ട് അദ്ദേഹം തളർന്നു പോയി, അരക്കുന്ന കീ വിട്ട്. പിന്നീട് അദ്ദേഹത്തിന് എല്ലാം ചെയ്തു കൊടുക്കണം, ഈ ബേബി ചേച്ചി എല്ലാം ചെയ്യും. അതിനും അസുഖമൊക്കെ ഉണ്ട്, എങ്കിലും ഇപ്പം ഇത്രയും വർഷങ്ങളായില്ലേ, 10-25 വർഷമായി. എന്നിട്ട് എല്ലാ ദിവസവും അത് പരിപൂർണമായ സ്നേഹത്തോടെ ഈ കാര്യം ചെയ്യുകയും ഈ ജോയി എന്ന് പറയുന്ന ചേട്ടൻ അത് ഏറ്റവും
സന്തോഷത്തോടു കൂടെ എല്ലായിടത്തും പറയും. ഇപ്പോൾ അവരൊരു അല്പം ശുശ്രൂഷയിലൊക്കെയാണ്. ഇത് ഒരാളുടെ കാര്യമല്ല, ഇങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്താണോ എന്ന് ചിന്തിക്കാമെങ്കിൽ, സാന്നിധ്യം എന്താണോ എന്ന് ചിന്തിക്കാമെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള കുർബാന. സ്വന്തം പുത്രനെ ലോകത്തിന് കൊടുക്കുകയും ആ പുത്രൻ ആ ജീവിതം തന്നെ ത്യാഗമായിട്ട് അർപ്പിക്കുകയും മനുഷ്യവംശത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് കൊടുക്കുകയും എന്നിട്ട് ദൈവം അവനെ ഉയർപ്പിക്കുകയും ചെയ്ത ആ മഹാരഹസ്യം കൊണ്ടാടുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ കുടിക്കുവിൻ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരമമായ പ്രകടനമാണ്, പൂർണ്ണമായ പ്രകടനമാണ്. പല ചെറിയ ചെറിയ രൂപങ്ങളിലൂടെ വചനത്തിലുള്ള സാന്നിധ്യം ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ വ്യത്യസ്തതകളുണ്ട്. പ്രപഞ്ചത്തിലുള്ള സാന്നിധ്യം, ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത, സമഗ്രത ഒരുപക്ഷെ നമ്മൾ കാണുന്നത് ഈ ദിവ്യകാരുണ്യത്തിലാണ്. അതാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത്. സത്താപരമായ ഭേദം കൃത്യമായി നടക്കുന്നതുകൊണ്ട് ക്രിസ്തു തന്നെ ആയി അത് മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ ബലിയുടെ മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണത അതിൽ അനുസ്മരിക്കുന്നത് കൊണ്ട് തന്നെ ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ അതായത് ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത്, ഫുൾഫിൽനെസ് എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലായിടത്തും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും ദൈവം വളരെ പ്രത്യേകമായി മനുഷ്യത്വനോട് കൂടെ ആയിരിക്കാൻ വേണ്ടി തന്നെ പകുത്ത് നൽകുക. നേരത്തെ ഈ ദാമ്പത്യത്തിൻ്റെയൊക്കെ പറയുന്നു, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സഫർ ചെയ്യുമ്പോഴാണ്, സഫർ ചെയ്ത് കൊടുക്കുന്ന ആ ഗിഫ്റ്റിനാണ് ഏറ്റവും വലിയ വില. ക്രിസ്തു തന്നെ ഇല്ലാതാക്കി തന്നെ പകുത്ത് നൽകിയതിൻ്റെ ഒരു സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ശരിക്കും ധ്യാനിച്ച് പോവുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. കാരണം ദിവ്യകാരുണ്യ സാന്നിധ്യം ഇന്നത്തെ കാലഘട്ടത്തിലെ, ഉത്തരാധുനിക ഈ കാലഘട്ടത്തിലെ ഈ കേൾക്കാൻ ഉള്ളൊരു സാന്നിധ്യമല്ലേ. ആരാണ് ഇന്ന് ആരെയാണ് കേൾക്കുന്നത്? ആരെയാണ് മനസ്സിലാക്കുന്നത്? ഒരു പ്രതി എന്നെ പൂർണ്ണമായി കേട്ടു എന്ന് എനിക്ക് ഉറപ്പ് തരുന്നൊരു കേൾവി. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മെച്ചം അതല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം അതൊക്കെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കേൾക്കുന്ന ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു. അവിടെയാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മെച്ചം. ഈ നമ്മളെ തന്നെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ ഭാവി അറിയുന്നവൻ, നമ്മളെ ഓരോ നിമിഷവും പരിപാലിക്കുന്നവനായ ആ ക്രിസ്തു ഏറ്റവും ലളിതമായിട്ട് കർത്താവ് ഇത് സ്ഥാപിച്ചപ്പോൾ കൊണ്ടോ മനുഷ്യൻ്റെ അപ്പമായി തീരാനായിട്ട്, അവൻ്റെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഭാഗമായി തീരാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ട് ലയിച്ചില്ലാണ്ടായി പോവുകയാണ്. നമ്മൾ കഴിച്ചാലും ഈ അപ്പം ഇവിടെ ഇരിക്കണില്ലല്ലോ. നമ്മുടെ ബ്ലഡായിട്ട് മാറി, നമ്മുടെ ഉള്ളിലുള്ള അതിലുള്ള ഊർജമായിട്ട് മാറി, നമ്മുടെ ശക്തിയായിട്ട് മാറി, ശരീരത്തോടും മനസ്സോടും ആത്മാവിനോടും ഒരുമിച്ച് ചേരുന്ന രീതിയിലുള്ള ഈ സാന്നിധ്യം, അങ്ങനെ ഒരു സാന്നിധ്യം നമ്മുടെ മുന്നിൽ, കൺമുന്നിൽ ആ ആളുടെ അടുത്ത് ഒരുമിച്ചിരുന്ന് നമ്മളെ പൂർണ്ണമായി ഇങ്ങനെ ശക്തിപ്പെടുത്തുന്ന, നമ്മൾ പറയുന്ന മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമ്മളിൽ തന്നെ എന്തോ ആ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള വലിയൊരു ശക്തിയായിട്ട്, ഊർജമായിട്ട് മാറുന്ന അങ്ങനെയുള്ള ഒരു എവിടെയാണ് ഉള്ളത്? ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് വലിയ റിഫ്ലക്ഷൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന അതിൻ്റെ വിശ്വാസത്തോടു കൂടെ ദിവ്യകാരുണ്യത്തെ കാണുന്ന ഒരാൾക്ക് ആ സാന്നിധ്യത്തിന് മറ്റേത് സാന്നിധ്യത്തെക്കാളും വിലയുണ്ട് എന്ന് ഒരു സംശയവും തോന്നുന്നില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ ഒരു കണ്ണിലൂടെ ഇത് നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സാന്നിധ്യത്തെ പൂർണ്ണമായും അനുഭവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. വിശ്വാസമല്ലേ എല്ലാം? അല്ല, അതെ അച്ഛാ. അതോടൊപ്പം തന്നെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുരക്തങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് അത് നമ്മളെല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുന്നു, അതോട് തീരുന്നു. വസ്തുതയിൽ ആദിമസഭയിലൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീടാണ് നമ്മൾ തിരുവോസ്തി സൂക്ഷിച്ച് വെക്കാനായിട്ട് തുടങ്ങിയത്. പ്രത്യേകിച്ച് രോഗികൾക്കും പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഉള്ളവർക്കും വേണ്ടി വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി നമ്മൾ സക്രാരി ഉണ്ടാക്കി. സക്രാരി പിന്നീട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, ചില ക്രിസ്തീയ വിഭാഗങ്ങളെങ്കിലും ആ കുർബാനയുടെ സമയത്ത് ആ കുർബാന അർപ്പണത്തിൻ്റെ ആ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ സ്ഥാപകൻ്റെ വചനങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ആ പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ അതില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. കത്തോലിക്ക വിശ്വാസം അനുസരിച്ചിട്ട് ആ തിരുവോസ്തി ആ സക്രാരിയിൽ പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ
കുറേ കൂടി യുക്തിപരമായി ഈ മറ്റ് വിശ്വാസികൾ പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളില്ലേ? കാരണം അത് ആ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പ്രക്രിയയിൽ, ആ ക്രിയയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഉണ്ടോ എന്നുള്ള ഒരു സംശയം, അതിന് അച്ഛൻ എന്ത് മറുപടി? അത് ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ സത്താപരമായ അവസ്ഥാന്തരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, ആരാണ് ഈ ബലിയർപ്പകനും ബലിവസ്തുവുമായിട്ട് ഈ അപ്പത്തെയും വീഞ്ഞിനെയും എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണെന്ന് പറഞ്ഞത്? ക്രിസ്തുവാണ്. ഈ ക്രിസ്തു നിത്യനാണ്. ക്രിസ്തു നിത്യമായ ദൈവമാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകളും നിത്യമാണ്. ക്രിസ്തു ചെയ്ത ആ പ്രവൃത്തി, ഈ അപ്പത്തെയും വീഞ്ഞിനെയും ഓരോ ദിവസവും വിശുദ്ധ ബലിയിലെ അവസ്ഥാന്തരം സംഭവിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പുറകോട്ട് പോകുന്ന ഒരു പരിപാടിയല്ല. അത് നമ്മളേതാണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വട്ടയപ്പുണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോണ പോലെയോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫലദായകത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ അർപ്പിക്കുന്ന വ്യക്തി നിയോഗത്തോടു കൂടെ, സഭയുടെ നിയോഗത്തോടു കൂടെ നമ്മളെല്ലാവരും കൂടി ആ കർത്താവ് പറഞ്ഞ ആ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിലൂടെയാണ് ഈ അവസ്ഥാന്തരം സംഭവിക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം അത് അവസ്ഥാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണങ്ങൾ എപ്പോഴും നമ്മളെ നല്ല രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും, ചിലപ്പോൾ വഴിതെറ്റി മനസ്സിലാക്കാനും സഹായിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വിത്ത് മരമായാൽ പിന്നെ ആ മരം പിന്നെ വിത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നില്ല. ഇനി മരമായാൽ ആ മരത്തിൽ നിന്ന് നമുക്കൊരു ഫലം തരുന്നു. അപ്പോൾ ഈ ഫലം, ഇപ്പോൾ വാഴയുടെ ഉദാഹരണം, പഴം എടുക്കുക, വാഴപ്പഴം എടുക്കുക. ഈ ഏത്തക്കായ എന്ന് പറയുന്ന പഴവും ത്തിലേക്ക് വാഴയുടെ മുഴുവൻ എനർജിയും അത് സംഭവിച്ച് പഴമായി കഴിഞ്ഞാൽ കുറച്ചേരം കഴിയുമ്പോൾ ഇത് പുറകോട്ട് യാത്ര ചെയ്യുന്നില്ല, വേറൊരു രൂപം പ്രാപിച്ച് അതിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അതായത് നിത്യമാണ് അതിൻ്റെ ആ ഫലം. അതെ, അത് പുറകോട്ട് പോകുന്നൊരു ചക്രമല്ല. സാദൃശ്യങ്ങൾ എന്തർത്ഥത്തിൽ ഉപയോഗിച്ച് ഏത് വ്യക്തി അത് മാറ്റിയോ ആ വ്യക്തി നിത്യനാണ്. ഇത് നിത്യമായിട്ട് എൻ്റെ ശരീരവും രക്തവുമായിട്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ മക്കളെ, അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചോളൂ എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ ശരീരവും രക്തവുമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷ്യം, അത് നിങ്ങളുടെ ജീവനായിട്ട് മാറുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ കർമ്മം കഴിഞ്ഞത് കൊണ്ടോ അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആ പ്രക്രിയയിൽ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴുള്ളൊരു മാന്ത്രികമായ ഒരു ഇഫക്റ്റ് കൊണ്ട്, ഫലം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിലൂടെ പൂർണ്ണമായി യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പഠനം. അതുകൊണ്ട് സത്താപരമായ മാറ്റം, അതിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 53-ാം വാക്യം നമ്മൾ ഒന്ന് വായിച്ച്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. വളരെ അസന്നിഗ്ധമായിട്ടാണ് നമ്മൾ അവിടെ വലിയൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറച്ച് കഴിഞ്ഞ് ശിഷ്യന്മാർ, അത് 60 മുതലുള്ള വചനമുണ്ട്. അവർ പറയുന്നുണ്ട്, അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം വളരെ കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇടർച്ച വരുന്നത്? അപ്പോൾ അത് പറഞ്ഞു പറയുന്നുണ്ട്, പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അത് ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേരും അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുറേ ശിഷ്യന്മാർ പോയി, ഇവൻ്റെ ശരീരം ഭക്ഷിക്കണം, ഇവൻ്റെ രക്തം പാനം ചെയ്യാൻ പറ്റും, ഇത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആൾക്കാരൊക്കെ വിട്ടുപോയി. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളും പോകുന്നില്ലേ? അപ്പോൾ ശിഷ്യന്മാരുടെ നേതാവായിട്ട് ഉണ്ടായിരുന്ന പത്രോസ്, നമ്മുടെ മാർപ്പാപ്പ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആൾ, അന്ന് മാർപ്പാപ്പയുടെ ഇതിലെത്തിയിട്ടില്ലെങ്കിലും ആൾ പറയാണ്, ആരൊക്കെ വിട്ടുപോയാലും ഞങ്ങൾ പോവില്ല, കാരണം നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട്. അത്രയും. അപ്പോൾ കർത്താവ് തുടർന്ന് അതിന് മറുപടി പറയുന്നുണ്ട്, ഇത് മാംസവും രക്തവും അല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മനസ്സിൽ വളരെ വ്യക്തമാണ് ഈ കാര്യം. ഇതൊരു ഭംഗിവാക്കല്ല, ഒരു അലങ്കാരികമായ ഭാഷയിൽ മാത്രം പറഞ്ഞ ഒരു കാര്യമല്ല. ഒരു പ്രാവശ്യം ആ കുർബാന ആയി അർപ്പിച്ച് അത് ദൈവത്തിൻ്റെ ശരീരവും രക്തവും, ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും മാംസവുമായി തീർന്ന കാര്യം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവസാനം വരെ
ഈ നിലനിൽക്കും, ഈ കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രം അത് ശരീരവും രക്തമായിട്ട് മാറും, പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു കാര്യമല്ല. കാരണം അത് അർപ്പിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നിത്യനാണ്. ക്രിസ്തു ആഗ്രഹിച്ചത് അവസാനം വരെ അത് നിലനിൽക്കാനാണ്. യേശു എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. യേശുവിൻ്റെ പൗരോഹിത്യം പൂർണ്ണമാണ്. ആ പൗരോഹിത്യത്തിൻ്റെ സാധുത, അതിൻ്റെ ശക്തി നിത്യമാണ്. അതോട് ചേർത്ത് ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ കോവിഡ് കാലമായിരുന്നല്ലോ, ധാരാളം പേര് നമുക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. വിശുദ്ധ കുർബാന മുഴുവൻ ടി വിയിൽ ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ ടി വിയിലൂടെ കുർബാന കണ്ടു. പല പള്ളികളിലും ഓൺലൈൻ ശുശ്രൂഷയുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ആളുകൾ, നമ്മുടെ വിശ്വാസികളെല്ലാവരും തന്നെ ടി വിയിലാണ് കുർബാന കണ്ടത്. ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ മാറി വന്നപ്പോൾ പൊതുവേ ആളുകൾക്കൊരു ഇൻഡിഫറൻസി ഉണ്ടായിരിക്കുകയാണ്. എന്തിനാണ് പിന്നെ ഇനി പള്ളി പോകേണ്ട കാര്യമില്ലല്ലോ, ടി വി കുർബാന കണ്ടാൽ പോരെ. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു പിശാചിൻ്റെ വെട്ടിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പല ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ. പിന്നീട് ഇത് ദൈവത്തിൻ്റെ വെട്ടിയായി മാറി. കാരണം കുർബാന അതിനകത്ത് കണ്ടോളാൻ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരോടും പള്ളി പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുർബാനയുടെ ഫലദായകത്വം അത് എങ്ങനെയാണ്, ഈ ടി വിയിൽ കുർബാന കാണുന്നതിൻ്റെ ഫലദായകത്വത്തെക്കുറിച്ച് കൂടി ഒന്ന് ചോദിക്കും. കാരണം ആളുകൾ ഇപ്പോൾ ധാരാളം പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പലപ്പോഴും ചെറുപ്പക്കാരുടെ ഉള്ളിലുണ്ടാകുന്നൊരു സംശയമാണ്. ഇത്രയും നാളും ടി വിയിൽ കുർബാന കണ്ടതിന് ഫലമുണ്ടെങ്കിൽ പിന്നെ ഇനിയും ഉണ്ടാവുകയില്ലേ? എന്ത് പറയുന്നു അച്ഛൻ? അത് വളരെ അർത്ഥവത്തായ കാലികമായ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ബിജു പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമൊക്കെ എന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ റോയി വേളാകൊമ്പിലച്ഛനുണ്ടല്ലോ, അച്ഛൻ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണു. ഏതോ വീട് സന്ദർശിച്ചപ്പോൾ അമ്മാമ്മമാർ വളരെ പ്രായമുള്ളവർ അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ കുർബാനയ്ക്ക് വളരെ ദിവസം കാലത്ത് 2 കുർബാന, പിന്നെ 2 കൊന്ത, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്, വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പള്ളിയിൽ വരാൻ പറ്റിയില്ലെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കുർബാന ഇങ്ങനെയായത് നന്നായി, ഇനി ഞാനിപ്പോൾ പള്ളിയിലേക്കൊന്നും വരുന്നില്ല എന്ന് അച്ഛനോട് പറഞ്ഞത്രേ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക് പള്ളിയിൽ വന്ന് ഇത്രയും നേരം ഇരിക്കാൻ പറ്റൂല, പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ സീറ്റും കിട്ടണമെന്നില്ല, കസേര കിട്ടണമെന്നില്ല, അപ്പോൾ നിലത്തിരിക്കാനൊന്നും പറ്റൂല, പിന്നെ അവിടെ ആയാലും കണ്ണിനൊക്കെ കാഴ്ച കുറവാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ മുന്നിൽ ടി വിയിൽ വലിയ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നൊരു പ്രവൃത്തിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ജനം പോയിട്ടുണ്ട്. തീർച്ചയാണ് നമ്മൾ ജനങ്ങളെ ഇപ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ പള്ളിയിൽ വരണം, ഈ പെട്ടിയിലിരുന്നുള്ള കുർബാന കാണരുത്. പക്ഷെ നമ്മൾ ഈ ടി വിയിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണ്? ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് നമുക്ക് പ്രസൻ്റ് ആകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് ജീവന് തന്നെ ഹാനി വരുത്തുന്ന ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചപ്പോൾ അതില്ലാത്ത അവസരത്തിൽ കുർബാന ഒട്ടും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ടി വിയിൽ കുർബാനയെങ്കിലും കാണണം എന്ന് പറഞ്ഞത്. അത് അനിതര സാധാരണമായ അസാധാരണമായൊരു സന്ദർഭത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വലിയ കലാമിറ്റി വരുമ്പോൾ, വലിയൊരു ഡിസാസ്റ്റർ വരുന്ന അവസരത്തിൽ എടുക്കുന്ന രീതികളല്ലല്ലോ സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് ശ്വാസം കിട്ടണില്ല, ഇപ്പോൾ കോവിഡ് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആ അവസരത്തിൽ നമ്മൾ അവനെ ഈ മൊത്തം എക്യുപ്മെൻറ്റ്സ് മൂക്കിൽ വെച്ചുകൊണ്ട് ICUയിലിട്ടു എന്ന് വിചാരിച്ചിട്ട് അവനത് കഴിഞ്ഞ് ചെറിയ പ്രയാസം വരുമ്പോഴൊക്കെ ICUയിൽ പോലത്തെ ഈ സാധനം വെച്ച് കൊണ്ടു നടക്കാൻ പറ്റുമോ? അത് വളരെ വളരെ അപകടകരമായൊരു സാഹചര്യത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ അത് ഒരു വിശ്വാസിയുടെ സാധാരണ കാര്യമില്ല. എന്തുകൊണ്ടാണ് അത് സാധാരണ കാര്യമല്ലാത്ത? കുർബാന ടി വിയിൽ കാണുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാണ്. അതിനെ അറിയണമെങ്കിൽ കുർബാനയുടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വിശുദ്ധ ബലിയിൽ നടക്കുന്നത്? വാസ്തവത്തിൽ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ മുമ്പത്തെ ചില എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ സാർവത്രികമായ സഭയിലുള്ള എല്ലാ വിശ്വാസികളും അവരുടെ സാന്നിധ്യത്തിൽ അടുത്ത് നിന്നുകൊണ്ട്, മജ്ജയും മാംസമുള്ള മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ആ പ്രാർത്ഥനാനുഭവത്തിൽ നിന്നുകൊണ്ട്, വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട്, ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അത് ഓരോരുത്തരും അവരവരുടെ സ്ക്രീനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ സാധനത്തിൽ ഞൊട്ടി ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ ചായ കുടിച്ച് ഇടയ്ക്ക് മറ്റാളെ വിളിച്ച് എന്താ മോളെ ഞാൻ അത് വരുന്നു, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൂടെ നടക്കേണ്ട ഒരു കാര്യമല്ല. കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ സജീവമായ പങ്കാളിത്തം ഇല്ല. കൂട്ടായ്മ, അത് സജീവമായ പങ്കാളിത്തം എന്താണ്?
നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളത് കാണുന്നു, അനുഭവിക്കുന്നു, പ്രാർത്ഥനകൾക്ക് ഞാൻ മറുപടി പറയുന്നു. അത് നമ്മൾ ഈ ഇന്നത്തെ ന്യൂറോ സയൻസ് പഠിച്ചാൽ നമുക്കറിയാം, ഒരു ടി വിയിൽ കാണുന്ന ആ കാര്യവും നമ്മളൊരു ബലിയിൽ ചേർന്ന് നിന്ന് അതിനോട് ഏറ്റവും അടുത്ത് നിന്ന് അതിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് തലത്തിൽ, അനുഭവ തലത്തിൽ നമ്മളിൽ സംഭവിക്കുന്ന അവസ്ഥാന്തരങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. അപ്പോൾ കൂട്ടായ്മ അവിടെ ഇല്ല വാസ്തവത്തിൽ. രണ്ടാമതായിട്ട് സജീവമായി പങ്കാളിത്തം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കുർബാന സ്വീകരണം ഇല്ലല്ലോ. വിശുദ്ധ ടി വിയിൽ നടക്കുമ്പോൾ കുർബാന അങ്ങനെ കൊടുക്കുന്നത് കാണാമെന്നല്ലാതെ ആത്മാവിൽ ഐക്യത്തിൽ നമുക്ക് കുർബാന രൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഇത് ഒഴിവാക്കാനാകാത്ത വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരാൾ ICU കിടക്കണ പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ അനുവദിക്കുന്ന ഒരു എക്സെപ്ഷനാണിത്. അത്രേ ഉള്ളൂ. പക്ഷെ കുർബാന അനുഭവവേദ്യമാകണമെങ്കിൽ, അതിൽ സജീവമായ ഭാഗഭാഗിത്വം ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് ഇതിൽ പങ്കെടുക്കണം, അതിൽ സഹാർപ്പകരായിട്ട് പങ്കെടുക്കണം. മറ്റത് കാഴ്ച മാത്രമേ ആകുന്നുള്ളൂ, സഹാർപ്പണം ഉണ്ടാവുന്നില്ല. സ്ഥാപിച്ചപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞ കാര്യം TV കുർബാനയിൽ നടക്കുന്നില്ല. അപ്പോൾ ഒരു കിടപ്പ് രോഗികൾക്ക് സഭ കൽപ്പിച്ചു കൊടുത്ത ഒരു ആനുകൂല്യത്തെ എല്ലാവരും മുതലെടുക്കുന്നത് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയോട് ചെയ്യുന്ന ഒരു അവഹേളനം പോലെയാണത് വാസ്തവത്തിൽ. ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവിടെ മുഴുവൻ സംരക്ഷണത്തിന് വേണ്ടി പട്ടാളക്കാർ ഈ റോട്ടിൽ മുഴുവൻ ഇറങ്ങും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോയി എന്ന് വിചാരിച്ച് എല്ലാ പ്രാവശ്യം മഴ പെയ്യുമ്പോൾ പട്ടാളക്കാർ മുഴുവൻ ഇവിടെ നിൽക്കണം, എനിക്ക് സുരക്ഷ തരണം, ഞാൻ പൗരനാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതായത് ഒരു അവശ്യ സന്ദർഭത്തിൽ ചെയ്യുന്ന ചില മുൻകരുതലുകൾ, ഒഴിവാക്കലുകൾ, എക്സെപ്ഷൻസ്, അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത്രയെങ്കിലും നടക്കട്ടെ എന്ന് പറയുന്നതാണ്. അത് സാധാരണമായ ഒരു കാര്യമല്ല. അതിലൂടെ നമുക്ക് കുർബാനയുടെ പൂർണ്ണമായ എന്തിനു വേണ്ടി അത് സ്ഥാപിച്ചുവോ, എന്തിനു വേണ്ടി അത് നിലനിൽക്കുന്നുവോ, എന്താണോ നമ്മളവിടെ ജീവിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം TV കുർബാനയിൽ, ചാനൽ കുർബാനയിൽ നടക്കുകയില്ല. ഓക്കെ അച്ഛാ, വളരെ നന്ദി. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ അതിന് അവസാനം ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് അച്ഛൻ നൽകിയ ഉത്തരം കൂടുതൽ പ്രേക്ഷകർക്ക് അത് പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. വളരെ നന്ദി. ഓരോ വിശുദ്ധ കുർബാനയും ജീവൻ്റെ കുദാശയാണ്. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക വഴി, സജീവമായ ഭാഗഭാഗിത്വത്തിലൂടെ അതിൽ ഉൾച്ചേരുന്നത് വഴി, സഹാർപ്പകരെന്ന നിലയിൽ ഓരോ വിശുദ്ധ ബലിയിലും നമ്മുടെ സജീവമായ സാന്നിധ്യം അനിവാര്യമാണ്. ആ വിശുദ്ധ കുർബാനയുടെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും, അത് നമുക്ക് നൽകുന്ന ആ ജീവൻ്റെ കുദാശ എന്ന അനുഭവവും നമുക്ക് സ്വന്തമാക്കുവാൻ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രസൻസ് അനിവാര്യമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.